തൃണമൂൽ കോൺഗ്രസ് നേതാവായ അഭിഷേക് ബാനർജി അദ്ദേഹം ലോക്സഭയിൽ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ചാടിക്കടന്നുകൊണ്ട് നോട്ട് നിരോധന വിഷയമൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആനുകാലിക സംഭവത്തിനെക്കുറിച്ച് സംസാരിക്കും, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ബജറ്റിന്മേലുള്ള കാര്യങ്ങളാണ്. ഉടൻ തന്നെ അഭിഷേക് ബാനർജി മറുചോദ്യം ചോദിച്ചു. 60 വർഷം മുമ്പ് നടന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതിപാദിപ്പിക്കാം. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു BJP അംഗം അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച്, അതായത് 1975 അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിൽ BJP അതിനെ ഹൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്സാഹം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും അതുപോലെ കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി പറയുകയും അവരെ പറയുന്നത് അധിക്ഷേപിക്കുന്ന രീതിയിൽ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോൾ അങ്ങയുടെ പ്രത്യേകമായ ആ ഒരു ത്വര കാണാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് ഒരു രീതിയിലും എതിർപ്പുമില്ല. ഞങ്ങളിവിടെ ഈ ഇന്ത്യ രാജ്യത്ത് ഏകപക്ഷീയമായി നരേന്ദ്രമോദി നടപ്പിലാക്കാൻ ശ്രമിച്ച അദ്ദേഹം അതിൽ പൂർണ്ണ പരാജിതനാണ് എന്ന് തുറന്നു തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഇവിടുത്തെ നോട്ട് നിരോധന സംഭവം, അതിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി അഭിഷേക് ബാനർജി എണീറ്റപ്പോൾ തന്നെ ഉടൻ ബംഗാളിൽ നിന്നുള്ള BJP MPമാർ വലിയ രീതിയിൽ ആർപ്പ് വിളിയും അട്ടഹാസവും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നു. അത് വേറൊന്നുമല്ല, മമതാ ബാനർജിക്കെതിരെ പേരെടുത്ത് പറഞ്ഞാണ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് അത് BJP അംഗങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇതിനെതിരെ അഭിഷേക് ബാനർജി ഒരു കാര്യം പറഞ്ഞു, ഇത് സഭാരേഖയിൽ കാണാൻ പാടില്ല. ഓം ബിർള ഇടപെട്ട് പറഞ്ഞു സഭാരേഖയിൽ ഉണ്ടാകില്ല എന്നുള്ളത്. എന്നാൽ മമതാ ബാനർജിക്കെതിരെ പറഞ്ഞ വാക്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നീക്കാൻ അദ്ദേഹം വിസമ്മതിക്കുന്ന ഭാവമായിരുന്നു ആദ്യം കാണിച്ചത്. ഇതിനെതിരെയായിരുന്നു അഭിഷേക് ബാനർജി അതിശക്തമായി പിന്നീട് കൂരമ്പുകൾ തൊടുത്ത രീതിയിൽ വിട്ടത്. അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് വിളിച്ചു കിട്ടിയ പണി എന്ന് വേണമെങ്കിൽ പറയാം. BJPക്കാർ തന്നെ സമ്മാനം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓം ബിർള തുടക്കം മുതൽ തന്നെ 17ാം ലോക്സഭയിൽ കാണിച്ച അദ്ദേഹത്തിൻ്റെ പക്ഷപാത രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിഷ്പക്ഷനായി സ്പീക്കറായി ഇരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തനിയാവർത്തനം തന്നെയായിരുന്നു ലോക്സഭയുടെ 18ാം ലോക്സഭയുടെ തുടക്കത്തിലും അദ്ദേഹം കാണിച്ചത്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരുന്നു. അതിനെ കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് അഭിഷേക് ബാനർജിയും കൃത്യമായി വിവർത്തിച്ചത്. മമതാ ബാനർജിയുടെ പേര് പറയുക മാത്രമല്ല, അവിടെ സമകാലിക വിഷയങ്ങളെപ്പറ്റി ബജറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്ന ചില സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ബംഗാളിനെ തകർത്ത് തരിപ്പണമാക്കാൻ നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയും കൃത്യമായി അറിയാം. 11 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനത്തിനെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും 42ഓളം ലോക്സഭാ സീറ്റുകളുള്ള ഈ സംസ്ഥാനത്തെ നിങ്ങൾ ഒന്നും നൽകാതെ അവരെ ഒതുക്കാനും ശ്രമിക്കാം എന്ന് നിങ്ങൾ കരുതണ്ട എന്നായിരുന്നു കൃത്യമായി അഭിഷേക് ബാനർജി പറഞ്ഞത്. ഒരർത്ഥത്തിൽ പ്രതിപക്ഷ MPമാരെല്ലാം തന്നെ അവരവരുടേതായ സംസ്ഥാനങ്ങളെ പ്രതികരിക്കുമ്പോൾ അവരവരുടേതായ കാര്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിൽ ശക്തമായി നിൽക്കുമ്പോൾ വാസ്തവത്തിൽ നിർമ്മലാ സീതാരാമൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല.